കുറച്ച് ലേയേർഡായ ലയേർഡല്ല എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വെച്ചാൽ ഒരു കമേഴ്ഷ്യൽ പരിപാടി തന്നെയാണ്. പക്ഷെ ഞാനിപ്പോൾ എന്താ പറഞ്ഞതെല്ലാം പുറത്തേക്ക് ചാടുന്നു. ലാൽ സാറിലെ പെർഫോമറെ ഇപ്പോൾ ഭയങ്കരമായിട്ട് പുറത്തെടുക്കുന്ന ഒരു പരിപാടി. എന്നിപ്പോൾ അതിപ്പോൾ ഫാൻസിന് എന്തുമാത്രം ഇഷ്ടപ്പെടും ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എന്താ പറയുക, ലോകോത്തര നടന്മാരായ ഇവർ രണ്ടുപേരിലും നമുക്ക് മമ്മൂക്കയുടെ ഇപ്പോൾ എല്ലാ പരിപാടിയും എടുക്കാൻ പറ്റില്ലേ പോലും മമ്മൂക്ക ഘനഗംഭീരമായിട്ട് ചെയ്തൊരു വേഷം തന്നെയാണ് ASI ജോർജ്. എനിക്ക് യാതൊരു സംശയമില്ല. എത്രയോ ഇടങ്ങളിൽ ഇപ്പോൾ വിഷ്ണു ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഞാൻ മമ്മൂക്കയുടെ തുടക്കത്തിൽ എപ്പോഴോ നമ്മുടെ പ്രാരംഭഘട്ടത്തിൽ പറഞ്ഞൊരു സാധനമാണ്. മമ്മൂക്ക ഇവരുടെ അടുത്തൊക്കെ പലപ്പോഴും ഉന്നതാധികാരികൾ ഇവർക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ഇവർ വെച്ചാൽ സാറേ സാർ നമസ്കാരം സാർ എന്തോ മനസ്സിലായോ വിഷ്ണുവിനെ? വിഷ്ണു എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ റോൺ ചേട്ടാ എന്തുണ്ട്, വരുമോ സമയത്തിന് വരുമോ ഇന്ന് ചോദിക്കേണ്ട സാധനം, റോൺ ചേട്ടാ. ശരീരഭാഷയിലെ മാറ്റം, കഴുത്ത് അവർ ഓഫീസ് ബേസിലാണെന്ന് ഉള്ളൊരു ഇത് വരികയാണ് ശരീരത്തിലേക്ക്. ഈ പറയുന്ന വ്യക്തി മുമ്പിലല്ലോ, ഈ പറയുന്ന വ്യക്തി എങ്ങനെ അറിയാം ഇയാളുടെ കഴുത്ത് നേരെയാണോ താഴെ എന്നുള്ളത്? ചോടൻ സാറ് വിളിക്കുന്ന സമയത്തൊക്കെ പല ഇടങ്ങളിലും മമ്മൂക്കയുടെ കഴുത്ത് താഴ്ന്നിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല വിഷ്ണു. അത് പല ഇടങ്ങളിലും എന്ന് വെച്ചാൽ മൂപ്പര് ഇങ്ങനെ താഴെഴുത്തിങ്ങനെ സാർ കഴുത്ത് അപ്പോൾ അത് എപ്പോഴോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പലയിടങ്ങളിലും പിന്നെ പുള്ളിയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമുക്കടുത്ത് എപ്പോഴും ഇടയ്ക്ക് നമുക്ക് ഒരു വിധേയത്വം എനിക്കറിയടാ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എനിക്കറിയാം. അപ്പോൾ കൈ അപ്പോൾ എങ്ങനെയോ നമ്മൾ ചില പോലീസുകാർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ഇടയിൽ ചില ആൾക്കാർ നിൽക്കുന്നൊരു നിപ്പാണ് ഈ ഒരു നിപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ രണ്ടാം ഭാഗം എഴുതാനുള്ള പ്രഷറുകൾ എങ്ങനെ അതിജീവിക്കും അതറിയില്ല. അതിനെക്കുറിച്ച് ഒന്നും ഇതിനിടയ്ക്ക് ഇങ്ങനെ എന്തോ ആരൊക്കെയോ എഴുതി വിട്ടതൊക്കെ നിരാകരിച്ചുകൊണ്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടായിരുന്നില്ലേ? അത് ഇട്ടു. പിന്നെ റോബി പറഞ്ഞത് മാറ്റിക്കോ, അത് വെറുതെ അതിൻ്റെ മുകളിൽ വലിയൊരു വിവാദമായിട്ട് മാറണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഇറങ്ങിയ സമയത്ത് നമുക്കിങ്ങനെ പറഞ്ഞിരുന്നത് എന്തായി അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ അവിടുന്ന് ഒന്നും പിന്നെ നമുക്കൊന്നും എനിക്ക് മമ്മൂക്കും ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വേറെ പിന്നെ ഒരു സംസാരം അതിനെ കുറിച്ച് ഉണ്ടായില്ല. പിന്നെ അങ്ങനെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ റോബി പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സിനിമയുടെ അതിൻ്റെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയൊക്കെ വരണം. അപ്പോൾ അതും മനസ്സിലുണ്ട്. അതൊന്ന് എങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം. അത് അതൊക്കെ ഇപ്പോൾ ഈ മനസ്സിലുള്ളതെല്ലാം ഈ വലിയ സ്കെയിലായതുകൊണ്ടാണ് ഈ പ്രശ്നം വരണത്. നമ്മളപ്പോൾ ഒരു കുഞ്ഞു സിനിമ അങ്ങനെ കുഞ്ഞു സിനിമകൾ പുള്ളിക്ക് ഇപ്പോൾ ചെയ്യാൻ ഒരു താല്പര്യക്കുറവുണ്ട്. വലിയ പരിപാടികൾ തന്നെ ചെയ്യണം. പിന്നെ പുള്ളി ഇപ്പോൾ സിനിമാറ്റോഗ്രാഫറായിട്ട് ചെയ്തിട്ടുള്ള സിനിമ ഇറങ്ങാനും പോവുകയാണ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചാക്കോച്ചനായിട്ടുള്ള പുള്ളിയുടെ ആദ്യത്തെ തട്ടംപുറത്ത് അച്യുതം കഴിഞ്ഞിട്ട് പുള്ളി ക്യാമറ ചെയ്യുന്ന സിനിമയാണത്, ചാക്കോച്ചനായിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ കുട്ടികൾക്കിടയിലെ വയലൻസ് വല്ലാതെ കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഇപ്പം ആളുകൾക്ക് പൊതുവേ ഉള്ളൊരു അഭിപ്രായം അത് സിനിമകളുടെ വയലൻസിന്റെ പ്രശ്നം കൊണ്ടാണ്. അനിമൽ ഇറങ്ങുന്നു, കില്ലിറങ്ങുന്നു, മാർക്കോ ഇറങ്ങുന്നു. പക്ഷെ ഇതെല്ലാം 18+ അല്ലേ വിഷ്ണു? അതെ 18+ ആണ്. പക്ഷെ കുട്ടികൾ 18+ ആയ കണ്ടന്റുകൾ കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് പൊതുവിൽ ഒരു അഭിപ്രായമുണ്ട്, സിനിമകൾ ആളുകളെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കത്തിക്കുത്ത് കുട്ടികളുടെ ഇടയിൽ വരുന്നു, പ്രിൻസിപ്പളെ കുട്ടികൾ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു കുട്ടിയെ റാഗ് ചെയ്തിട്ട് ആ കുട്ടി അത് കാരണമായിട്ട് ജീവൻ വെടിഞ്ഞു സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ സിനിമയുടെ ഒരു സിനിമ കൊടുക്കുന്ന ഒരു ജോഷാണ് എന്ന് പറയുന്നത്. സിനിമയുടെ ഉപരിണ്ടല്ലോ വിഷ്ണു, എനിക്കറിയില്ല നമ്മളത് പറയുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഏറ്റവും മോഡേൺ പദം തന്തവൈഭാവം എനിക്കറിയില്ല. എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ നമ്മൾ എണീറ്റുമ്പോൾ വിഷ്ണു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ വായിക്കാനിരിക്കുക അല്ലെങ്കിൽ വേറെ ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് ഈ മൊബൈൽ അടുത്ത് വെക്കാതിരിക്കും. മൊബൈൽ നമ്മുടെ പഴയ റിസീവർ കാലമല്ലേ, ആ റിസീവർ കാലം പോലെ തന്നെ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം അവിടെ കണക്റ്റഡ് ആണ് എന്ന് വിചാരിക്കുക അവിടെ. അപ്പം നമുക്ക് ഈ സാധനം എടുത്ത് ഇത് ചെയ്യാനുള്ള ടെൻഡൻസി അങ്ങ് ആദ്യം കട്ട് ചെയ്യുക. മൊബൈൽ വന്നാൽ അത് ആരാ നോക്കുക, വിഷ്ണു ആണ് വിളിക്കണം, ഓക്കെ എടുക്കുക, ആ വിഷ്ണു അവിടെ തന്നെ വെക്കുക, എന്നിട്ട് നമ്മൾ തിരിച്ചുകൊണ്ട് വരിക.
എന്നുള്ള പരിപാടി ഞാൻ അവലംബിക്കാറ്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് മറ്റേത് ഇതിങ്ങനെ ഗ്ലൂഡായി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പലർക്കും തോന്നാറുണ്ട് ക്ഷമയില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഹ്യൂമൻ സൈക്കോളജി എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ അതിലഡിക്റ്റാണ്. അതിലഡിക്റ്റ് ആവുന്നതുകൊണ്ട് പലരും പല തോതിലും നമ്മളെ വിൽക്കുന്നവരുണ്ട്. അപ്പോൾ തന്നെ നോളജ് എടുക്കുന്നവരുണ്ട്, ഇൻഫർമേഷൻ എടുക്കുന്നവരുണ്ട്. പക്ഷെ ചിലർ ഈ റീലിങ്ങനെ റീൽസിൻ്റെ അടിമയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൽ തന്നെ കാരണം ഒരു സാധനം കാണുമ്പോഴേക്കും നമ്മൾ അടുത്ത് ഫീഡ് ചെയ്യണമല്ലോ. നമ്മുടെ എന്താണ് നമുക്ക് വേണ്ടെന്നുള്ള അവർക്ക് മനസ്സിലായി. അപ്പോൾ അത് എന്ത് കോണ്ടന്റാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് വീണ്ടും 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 ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അതിൽ തന്നെ ഗ്ലൂഡായി പോവുക. അപ്പോഴേക്കും വേറെ മെസ്സേജ് വന്നു. അപ്പം അതിന് നമ്മൾ റിപ്ലൈ. അപ്പോൾ എന്തിനും ഏതിനും നമുക്ക് ചിലപ്പോൾ കുഞ്ഞു കാര്യത്തിനൊരു വീട്ടിൽ പറയുമ്പോൾ ഇറിറ്റേഷൻ വരാം. പിന്നെ എനിക്ക് തോന്നിയ കാര്യം പണ്ടത്തെ പോലെയും ഇന്നത്തെ പോലെയും എപ്പോഴത്തെ പോലെയും വേണ്ട കാര്യം വെച്ചാൽ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ വരുമ്പോൾ അവന് എന്താണ് അല്ലെങ്കിൽ അവൾക്ക് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചറിയിക്കണം. നമ്മളിപ്പോൾ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഉണ്ടാവാറില്ല. പക്ഷെ ഞാൻ ആവുന്നതും കുട്ടികളായിട്ട് നമ്മൾ ജസ്റ്റ് എന്താണ് പരിപാടി നടക്കുന്നത്, ഹാപ്പിയാണോ, കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, ഇന്ന ഫ്രണ്ടിനെ കണ്ടോ, അതാണ് ഇതാണ് ജസ്റ്റ് ഒന്ന് ചോദിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതോടനുബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ നമ്മൾ വീട്ടിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരെ പറയുന്നതിൽ തടിയൻ, മെലിഞ്ഞവൻ, കറുത്തവൻ, വെളുത്തവൻ അങ്ങനെ പറയുക. നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ പറയുക. പിന്നെ ഈ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ PTA എന്നൊക്കെ പറഞ്ഞിട്ടേ ഈ പാരന്റ് ടീച്ചർ അസോസിയേഷനൊക്കെ ഈ ബോധവൽക്കരണം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മളിപ്പോൾ സിനിമകൾ കില്ലും എനിമലിനെയൊക്കെ പിടിച്ച് കുരിശിക്കാരനേക്കാളുപരി ഈ രണ്ട് മാതാപിതാക്കളും ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലേ അവർക്ക് തിരിച്ചു വരുമ്പോൾ കുട്ടികളായിട്ട് ഒന്ന് സംസാരിക്കേണ്ട സമയം ചിലപ്പോൾ പലരുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല. അപ്പോൾ കുഞ്ഞു കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആവുന്ന കുട്ടികൾ, കാരണം ഒന്നാമത്തെ കാര്യം അവർക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഇതൊക്കെയാണ് എനിക്ക് എന്താ പറയുക പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയായിട്ട് എനിക്ക് തോന്നാറ്. അതുകൊണ്ട് നമ്മൾ ഒരു മാർക്കോയോ ഒരു കില്ലോ അല്ലെങ്കിൽ ഒരു എനിമലോ ഉണ്ടാക്കുന്ന ഡാമേജിനേക്കാൾ ഉപരി നമ്മൾ ഇത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ്. പിന്നെ ഇത് എവിടെ ഇരുന്നാണ് കാണണമെന്ന് എനിക്കറിയില്ല. മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ പ്രശ്നം സംഭവിക്കില്ല എന്ന് എനിക്ക് തോന്നി. കുട്ടിക്ക് ഒരു പക്ഷേ അവൻ്റെ മാതാപിതാക്കളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ചോദിക്കുമല്ലോ. പിന്നെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ. ഇപ്പൊ സ്ഥിരം പ്ലസന്റ് ആയിട്ട് കാണുന്ന വിഷ്ണു പ്ലസന്റ് അല്ലാതെ കാണുമ്പോൾ നമുക്കറിയാലോ എന്തോ പ്രശ്നം. അപ്പൊ ആ സമയത്ത് വിഷ്ണുവിന്റെ ഇവിടുത്തെ ഫ്രണ്ട്സ് ആരെങ്കിലും ചോദിക്കണേ എടാ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ആളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പരിധി വരെ അതിന്റെ ഡെപ്ത് ഒന്ന് കുറഞ്ഞില്ലേ. ഈ ഇരുവർ എന്ന സിനിമയുടെ അകത്ത് ലാലേട്ടനോട് അതിലെ പ്രധാന ഒരു പെട്ട സീനില് സംവിധായകൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, നീ കഷ്ടപ്പെടുന്നവന് അധികകാലം ഉണ്ടാവില്ല കഷ്ടകാലം, പ്രത്യേകിച്ച് സിനിമയിലെന്ന്. അത് ആണ് എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ട് ഒരു സമയത്ത്. അത് പിന്നീട് മാറി ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ കാണുന്നതിന് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഈ യാത്ര ചൈത്രയാത്രയായിട്ട് തുടരട്ടെ. എഴുത്തുകാരനായിട്ടും കൂടി എനിക്ക് റോണിച്ചേട്ടനിലെ എഴുത്തുകാരനോട് വലിയ ഇഷ്ടമുണ്ട്. കാരണം ആ ഒരു ഓൾഡ് സ്കൂൾ റൈറ്റിംഗ് ഉണ്ടല്ലോ, ഡയലോഗുകളോട് തന്നെ കാര്യങ്ങൾ പറയുന്നതിന്റെ ഒരു ശക്തി, ആ ഒരു പഞ്ച്, അതെവിടേക്കോ നമ്മൾ വിഷ്വലിലേക്ക് മാറി മൊത്തം മലയാള സിനിമ ലോക സിനിമയുടെ നിലവാരത്തിലേക്ക് എത്തി. ഇപ്പൊ നമ്മൾ ആ വേർബൽ കാര്യങ്ങൾ എവിടേക്കോ ഇങ്ങനെ മിസ്സായിട്ടുണ്ട്. ഒന്നും തെറ്റാണെന്നല്ല പറയുന്നത്. അത് ഒക്കെ ഞാൻ കുറെ കാലത്തിന് ശേഷം കണ്ണൂർ സ്കോട്ടിലാണ് കണ്ടത്. ഞാൻ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മുടെ സൗഹൃദ വേളയിൽ. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. ഇനിയും നമുക്ക് കാണാൻ പറ്റട്ടെ, ഇനി സംഭാഷണം ഉണ്ടാവട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു.